പേവിഷബാധയേറ്റ് ചത്തത് 6 പശുക്കൾ. തെരുവുനായ പേടിയിൽ അരിക്കുളം. തെരുവുനായ ആക്രമണ ഭീഷണിയിലാണ് കോഴിക്കോട് അരിക്കുളം നിവാസികൾ. നായകളുടെ കടിയേറ്റ് ആഴ്ചകൾക്കിടെ 6 പശുക്കൾ പേ പിടിച്ച് ചത്തു. ആശങ്ക തുടരുമ്പോഴും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ രോഷത്തിലാണ് നാട്ടുകാർ. മനുഷ്യരെ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെങ്കിലും അരിക്കുളം പഞ്ചായത്തിലെ പുതേരിപ്പാറയിൽ തെരുവുനായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഒന്നും രണ്ടുമല്ല, ചത്തത് 6 പശുക്കൾ. ചത്തത് 5 വീട്ടുകാരുടെ ഉപജീവന മാർഗമാണ്. തെരുവുനായ കടിച്ച് പേ പിടിച്ചായിരുന്നു മരണം. ഇതിൽ 2 എണ്ണം പ്രസവിക്കാറായവ ആണ്. ചത്ത പശുക്കളെ പരിപാലിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ആശങ്ക വിട്ടുമാറുന്നില്ല. തെരുവുനായ ശല്യം കുറയ്ക്കാൻ പഞ്ചായത്ത് തലത്തിൽ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്ഷീരകർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായകൾ വിലസുമ്പോൾ രക്ഷാമാർഗം എന്തെന്ന് തലപുകയ്ക്കുകയാണ് അരിക്കുളം ഗ്രാമം. വഴിത്തർക്കത്തെ തുടർന്ന് സ്ത്രീയുമായി മൽപ്പിടുത്തം. വയോധികൻ മരിച്ചു. വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസിയായ സ്ത്രീയുമായി ഉണ്ടായ മൽപ്പിടുത്തത്തിനിടെ വയോധികന് ദാരുണാന്ത്യം. ഇടുക്കി മുള്ളരിങ്ങാട് സ്വദേശി പുത്തൻപുരയിൽ സുരേന്ദ്രനാണ് മരിച്ചത്. 77 വയസ്സായിരുന്നു. സംഭവത്തിൽ സുരേന്ദ്രന്റെ അയൽവാസിയായ ദേവകി എന്ന സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും തമ്മിലുണ്ടായ മൽപ്പിടുത്തത്തിനിടയിലാണ് മരണം സംഭവിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂ എന്നും പോലീസ് വ്യക്തമാക്കി. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. ചികിത്സാ പിഴവെന്ന് കുടുംബാംഗങ്ങൾ. തൃശൂരിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് ആരോപണം. കൊടുങ്ങല്ലൂരിൽ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ചു. ചന്ദ്രാപ്പിന്നി അലുവാത്തുരുത്ത് പടിഞ്ഞാറുഭാഗം കുട്ടോടത്ത് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ കാർത്തികയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവെന്ന് ഭർത്താവും ബന്ധുക്കളും ആരോപിച്ചു. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. ഗണേഷ് കുമാറിനെ പരിഹസിച്ച് ഷിബു ബേബി ജോൺ. കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷം. പൈതൃകം വ്യതിചലിച്ച് താൻ പോയിട്ടില്ല. ഗണേഷിന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാലും തേച്ചാലും കുളിച്ചാലും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷിബു ബേബി ജോൺ പ്രേമചന്ദ്രനേക്കാളും വലിയ BJP ഭക്തനെന്ന് KB ഗണേഷ് കുമാർ ഇന്നലെ പരിഹസിച്ചു. ഗുജറാത്ത് സന്ദർശിച്ച ഷിബു ബേബി ജോൺ പറഞ്ഞത് കണ്ടുപഠിക്കാനാണ്. അവിടെയൊന്നും പഠിക്കാനില്ല. കച്ചവടക്കാരന്റെ കൊതിയെല്ലാം ഗുജറാത്തിൽ. ഷിബു ബേബി ജോണിന്റെ അനുവാദം വേണ്ട പ്രേമചന്ദ്രന് BJPയിൽ പോകാനെന്നും ഗണേഷ് കുമാർ പരിഹസിച്ചിരുന്നു. ഒന്നാം ക്ലാസ്സുകാരനെത്തുന്നത് തോക്കുമായി. അധ്യാപികയ്ക്ക് നേരെ വെടിയുതിർത്തു. ക്ലാസ് മുറിയിൽ 6 വയസ്സുകാരനെത്തുന്നത് തോക്കുമായി എന്ന അധ്യാപികയുടെ പരാതി അവഗണിച്ച മുൻ സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ കുറ്റം ചുമത്തി കോടതി. കുട്ടികളെ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതെന്ന കുറ്റകൃത്യത്തിലാണ് കോടതി നടപടി. വെടിയേറ്റ് പരിക്കേറ്റ് ജീവൻ രക്ഷപ്പെട്ട അധ്യാപിക നൽകിയ പരാതിയിൽ നേരത്തെ കുട്ടിയുടെ അമ്മയ്ക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചിരുന്നു. വെടിവയ്പും തുടർന്നുണ്ടായ ചികിത്സാ ഭാരങ്ങൾക്കും പിന്നാലെയാണ് അധ്യാപിക സ്കൂൾ അധികൃതർക്കെതിരെ വൻതുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. വിർജീനിയയിൽ 2023 ജനുവരി മാസത്തിൽ ക്ലാസ് മുറിയിലുണ്ടായ വെടിവയ്പ് സംഭവത്തിലാണ് കോടതിയുടെ നിർണായക നടപടി. ക്ലാസ് മുറിയിലേക്ക് എത്തുന്ന 6 വയസ്സുകാരന്റെ പോക്കറ്റിൽ തോക്ക് കണ്ടുവെന്ന് അധ്യാപിക നേരത്തെ പലതവണ സ്കൂൾ അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഇതിന് ആവശ്യമായ പരിഗണന നൽകിയിരുന്നില്ല. തന്നെയുമല്ല, വിവരം കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിക്കാനും സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന എബോണി പാർക്കൻ തയ്യാറായിരുന്നുമില്ല. ഇതിന് പിന്നാലെയാണ് ക്ലാസ് മുറിയിൽ വെടിവയ്പുണ്ടായത്. വെടിവയ്പ്പിന് പിന്നാലെ വൈസ് പ്രിൻസിപ്പലിനെ ചുമതലകളിൽ നിന്ന് നീക്കിയിരുന്നു. 8 രീതിയിലുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഓരോ കുറ്റത്തിനും കുറഞ്ഞത് 5 വർഷം തടവ് ശിക്ഷ വീതം ലഭിക്കാനാണ് സാധ്യത. 26-കാരിയായ ഡേജ ടെയ്ലർ എന്ന യുവതിയുടെ 6 വയസ്സുകാരനായ മകനാണ് സ്കൂളിലെ അധ്യാപികയായ അബ്ബി സറിനെതിരെ ക്ലാസ് മുറിയിൽ വെച്ച് വെടിയുതിർത്തത്. സംഭവത്തിൽ 6-ാം ക്ലാസ്സുകാരന്റെ കൈവശം തോക്ക് എങ്ങനെ എത്തിയെന്നതിൽ അമ്മയുടെ വീഴ്ച പോലീസ് കണ്ടെത്തിയിരുന്നു. സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന 26-കാരി അലക്ഷ്യമായി സൂക്ഷിച്ച തോക്കാണ് 6 വയസ്സുകാരൻ അധ്യാപികയ്ക്കെതിരെ പ്രയോഗിച്ചത്. സ്കൂൾ അധികൃതർക്കെതിരെ അധ്യാപിക $40 മില്യൺ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന അധ്യാപികയ്ക്ക് 4 ശസ്ത്രക്രിയകൾക്ക് വിധേയാകേണ്ടി വന്നു.